അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും സഹോദരിമാർക്ക് ഇടയിലുള്ളൊരു സംശയമാണ്, തെറ്റിദ്ധാരണയാണ്, മുടിയുടെ നിറം മാറ്റാമോ? ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുടിയുടെ നിറം മാറ്റാമോ? ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നരച്ച മുടിയുടെ നിറം മാറ്റുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമല്ല. നിറം മാറ്റാവുന്നതാണ്. എന്നാൽ ആ നിറം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് കറുപ്പ് നിറം പൂർണ്ണമായും ഒഴിവാക്കണം. തവിട്ട്, മയിൽപ്പീലി കളറ്, അതേപോലെ തന്നെ മൈലാഞ്ചി കളറ്, ഇതെല്ലാം അനുവദീയമാണ്. കറുപ്പ് കളർ ഒഴിവാക്കണം. രണ്ടാമത്തത്, ഇസ്ലാമിന് വിരുദ്ധമായ സംസ്കാരമുള്ള ആളുകളെ പിൻപറ്റുന്ന ശൈലിയിൽ മുടി നിറം കൊടുക്കാൻ പാടില്ല. ഇപ്പൊ മോഡലുകൾ അനുകരിച്ച്, സിനിമാ നടിമാരെ അനുകരിച്ച് ഈ രൂപത്തിൽ ചെയ്യാൻ പാടില്ല. അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രൂപത്തിലുള്ള മുടി നിറമാറ്റം അത് പാടില്ല. അതേപോലെ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ അവരെ കാണിക്കാൻ വേണ്ടി മുടിയുടെ നിറം മാറ്റാനും പാടില്ല. ഈ 4 നിബന്ധനകളാണ് പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ കറുപ്പ് ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം, ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ നന്നായി മുടി നരച്ച മനുഷ്യനായിരുന്നു. പൂ പോലെ അദ്ദേഹത്തിന്റെ മുടി വെളുത്തതായിരുന്നു എന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇതിന്റെ നിറം മാറ്റണം. വജ്തനിബു സവാദ്, കറുപ്പ് നിറത്തെ ഒഴിവാക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 കളറുകൾ അത് ഹദീസിൽ കാണാൻ കഴിയും. കത്തുമും ഹിന്നാഉമാണ് മുടിയുടെ നിറം മാറ്റാൻ നല്ലത്. കത്തുമ് എന്ന് പറഞ്ഞാൽ ഒരുതരം ചെടിയുടെ കറയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഹിന്ന എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയാണ്. അപ്പൊ മൈലാഞ്ചി ഉപയോഗിച്ചോ കത്തുമിൻ്റെതായ ആ കറയോ ആ ചെടിയുടെ നീരോ ഉപയോഗിച്ച് നിറം മാറ്റാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.